വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വിക്രത്തിനെ പിരിഞ്ഞിരിക്കാനായിട്ട് വേദയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമം തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ താൻ അകപ്പെട്ടിരിക്കുന്ന ഈ കുരുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലേ മതിയാവുള്ളൂ. പക്ഷെ താന് വിക്രമായിട്ട് ഒന്നിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ തനിക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വിരഹം അത് അനുഭവിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. പക്ഷെ രാത്രി കിടന്നാല് ഒന്ന് ശരിക്കും നേരെ ചൊവ്വേ ഉറങ്ങാൻ പോലും വേദയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു. വേദ ഓരോ നിമിഷവും വിക്രത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കണേ. വിക്രമായിട്ടുള്ള ആ നല്ല നല്ല നിമിഷങ്ങള് വീട്ടിൽ വെച്ച് താനും വിക്രം സംസാരിച്ചു. പിന്നെ ചെറിയ ചെറിയ കുസൃതികളും കാര്യങ്ങളും വിക്രത്തോട് ഓരോ തവണ വാക്പോരടിക്കുമ്പോഴും വേദ അത് ഉള്ളിൽ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു, എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വെറുതെ അതൊക്കെ ഒരു തമാശയായിട്ടോ വേദ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതേ അവസ്ഥ തന്നെയായിരുന്നു വിക്രത്തിനും. അതേ മാനസികാവസ്ഥയിലൂടെയാ വിക്രവും കടന്നു പോകുന്നേ. കാരണം വിക്രത്തിനും വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. എത്രയെന്ന് പറഞ്ഞാലും ഒരപ്രതീക്ഷിത മുഹൂർത്തത്തിലാണ് താലിയാർത്തിയെങ്കിലും പിന്നീട് അവൾ തന്റെ എല്ലാം വായിരുന്നെന്നുള്ള തിരിച്ചറിവ് വിക്രത്തിനും ഉണ്ടാകുന്നുണ്ട്. കുറച്ചു ദിവസം മാറി നിന്നപ്പോഴാണ് മാഷ് പറഞ്ഞാൽ അവര് തമ്മിലുള്ള ആ ഒരു ബന്ധം എത്രമാത്രം ഉള്ളതാന്ന് അവർക്ക് മനസ്സിലാകുന്നേ. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം അവർക്ക് കൂടുതൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചു. ഒരാൾ ഒരാളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ആ ഒരു ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. പിന്നീട് ഇലക്ഷൻ പ്രചാരണമൊക്കെ അങ്ങനെ തുടങ്ങി. ഈ സമയത്ത് വിക്രത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പ്രചരണത്തിന് ഇറങ്ങാതിരിക്കാനായിട്ട് പറ്റില്ല. ശ്രീനിവാസ് സാറിന് വാക്കുകൊടുത്ത ഈ പ്രചരണത്തോട് കൂടിയിട്ട് താൻ പിന്നെ ശ്രീനിവാസ് സാറിന് ഒപ്പം ഉണ്ടാകത്തില്ല, താൻ ഈ പരിപാടിയൊക്കെ നിർത്തുവന്ന് വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിക്രം പ്രചരണത്തിനിറങ്ങി. അതേപോലെ തന്നെയായിരുന്നു വാസവനും കൂട്ടരും അവരും പ്രചരണത്തിനിറങ്ങി. അപ്പൊ ഈ ശ്രീകാര്യ ശ്രീനിവാസിന് ഓപ്പോസിറ്റ് ആണല്ലോ വാസവന് നിൽക്കുന്നത്. വിക്രത്തിന് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ പ്രചരണത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം വിക്രത്തിന്റെ മനസ്സ് മുഴുവൻ വേദയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. പക്ഷെ ഇറങ്ങാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. വിക്രത്തെ ആണെങ്കിൽ രാജേട്ടനും ജോസഫും അവരൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കടാ, ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, നമുക്ക് വേദയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കാം. പിന്നെ നീ കാണിച്ചു കൊടുക്കണം, ഇനിയിപ്പം നീ ശ്രീനിവാസ് സാറിന്റെ ഒപ്പം അല്ല, നീ നല്ലൊരു ജോലിയൊക്കെ വാങ്ങി നന്നായിട്ട് ജീവിക്കുന്ന കാണിച്ചു കൊടുക്കണം. അപ്പൊ അവൾ നിന്റെ അടുത്തേക്ക് വരും. ഇപ്പോഴെന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവൾ നിന്റെ അടുത്തേക്ക് വരും. നിന്നെ പിരിഞ്ഞ് അവൾക്ക് ഇരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം വിക്രത്തിന്റെ ഒരു ആശ്വാസം തന്നെയായിരുന്നു. നല്ല കാര്യമാണല്ലോ എന്നൊക്കെ ഓർത്തു. എത്രയും പെട്ടെന്ന് അവൾ തൻ്റെ അടുത്തേക്ക് വന്നാൽ മതിയായിരുന്നു. അതേസമയം ചന്ദ്രശേഖരനും ശ്രീകാന്ത് ചില പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. വരുണ്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ദുഷ്ടനാണല്ലോ അവന്മാര്. പെങ്ങളുടെ കണ്ണീര് കണ്ടാലും വേണ്ടില്ല, തനിക്ക് ജയിക്കണം എന്നൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ വിക്രത്തിന്റെ കാര്യത്തിലും തീരുമാനമാവും, വരുണ്ട കാര്യത്തിലും തീരുമാനമാവും. രണ്ട് ശല്യങ്ങൾ ഒരേ തവണ ഒഴിവാക്കി വിടാം. വിക്രം ജയിലിലേക്ക് പോയിക്കോളും, വരുൺ മുകളിലേക്കും പോയിക്കോളും. പിന്നീട് ശ്രീകാന്തിനോട് ചന്ദ്രശേഖരൻ പറഞ്ഞു, ഇനിയിപ്പോൾ അധിക ദിവസവും താമസിപ്പിച്ചു വിടാം. ഈ ഇലക്ഷൻ പ്രചാരണത്തിനിടയിൽ തന്നെ വേണം ഇതൊക്കെ നടത്താനായിട്ട്. ഇനി അധിക നാളുകളില്ലാന്ന് പറഞ്ഞു. അതെ, അതിന് വേണ്ടുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് സെറ്റാക്കാം അച്ഛാ. അല്ല, അന്ന് അവർ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അവരുടെ പിന്നാലെ പോയ ആൾക്കാരുണ്ടല്ലോ, അവരെ തന്നെ നമുക്ക് നിയോഗിക്കാന്ന് പറയണം. അവന്മാരാകുമ്പം ഇച്ചിരി നല്ല പുള്ളികളാ, അവന്മാര് മതിയെന്നൊക്കെ പറഞ്ഞു. കാരണം അവന്മാരെ കൊണ്ട് ഇതൊക്കെ സാധിക്കുള്ളൂ. വരുണിനെ എത്രയും പെട്ടെന്ന് തീർക്കണം, ആ കുറ്റം വിക്രത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ചിന്ത മുഴുവനും. ഇതേ സമയത്ത് ദീപ്തിയും വരുണും കൂടെ കാണുന്നുണ്ട്. ദീപ്തി വരുണോട് പറഞ്ഞു, എങ്ങനെയാലും ഏത് വിധേനയിലെങ്കിലും വിക്രമേണ്ണെ വേദേച്ചിയും തമ്മിൽ ഒന്നിപ്പിക്കണം. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. വേദേച്ചിക്ക് നല്ല വിഷമമുണ്ട് വരണേ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ട്. ചേച്ചി എന്തിനോ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ വേറെന്തോ കാര്യമുണ്ട്. വരുൺ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഈ ഇലക്ഷൻ ഒന്ന് കഴിയുവാണെങ്കിൽ എനിക്ക് രംഗത്തിറങ്ങാൻ പറ്റും. ഇപ്പൊ ഈ ഇലക്ഷന്റെ പ്രചരണവും കാര്യങ്ങളുമായിട്ട് കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞു. ദീപ്തി പറഞ്ഞു, എന്നിട്ട് വേണം നമ്മുടെ കല്യാണം നടത്താനായിട്ട്. വിക്രമേണ്ണൻ എന്താണെങ്കിലും നമുക്ക് സപ്പോർട്ടാ. വേദേച്ചും വിക്രമേണ്ണനും കൂടെ വീണ്ടും ഒന്നിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പം. ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവര് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്നാകാനായിട്ട് പറ്റും. വരുൺ പറഞ്ഞു, ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. പിന്നെ അച്ഛൻ ഇതിനധികം എതിർപ്പുണ്ടെന്ന് എനിക്ക് തോന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ട് അച്ഛനൊന്നും ചെയ്യുമെന്ന് തോന്നില്ല. ദീപ്തി പറഞ്ഞു, എൻ്റെ വീട്ടിലെ കാര്യം അറിയാലോ, സാരമില്ല. നിന്റെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് എന്താന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞു വരുണ് ദീപ്തിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്.
ദീപ്തിക്ക് സന്തോഷമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം, വേദേശയെ വിക്രമേണ്ണെ, അതിനുശേഷം വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. ഇതേസമയം വേദ പതിവ് പോലെ തന്നെ കോടതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. 1-2 വട്ടം വിക്രത്തിനെ വഴി വെച്ച് കാണുകയും ചെയ്തു വിക്രം ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയ സമയത്ത്. പക്ഷെ വേദ മൈൻഡ് ചെയ്തില്ല. വിക്രം വേദയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. വിക്രം അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ വിക്രത്തിനെ നോക്കി. വേദയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. വിക്രത്തോടൊന്ന് സംസാരിക്കണം, അടുത്തിരിക്കണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അത് പറ്റില്ലല്ലോ. പിന്നീട് ദർശൻ വേദയെ കണ്ട് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. വേദ, വിക്രമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞു തീർത്ത് നീ അങ്ങോട്ട് പോകാൻ നോക്കണം. ഒരിക്കലും നീയും വിക്രം ഇങ്ങനെ അകന്ന് കഴിയേണ്ടവരല്ല. എനിക്കറിയാം നിന്നെ, നീ എത്രമാത്രം വിക്രത്തെ സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിലും വേദ വ്യക്തമായിട്ടൊരു മറുപടിയും ദർശന് കൊടുത്തില്ല. കാരണം തനിക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ടല്ലോ. പിന്നീട് ശ്രീനിവാസന്റെ കേസ് കോടതി വരുന്നുണ്ട്. അപ്പം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വേദ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ശ്രീനിവാസനെതിരെ കേസ് കൊടുത്തത് ഒരു ശ്രീധരനായിരുന്നു. അപ്പം ശ്രീധരനും വേദയും കൂടെ ചേർന്നിട്ടാണ് പിന്നീട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ പിന്നെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നും പറഞ്ഞ് കേസ് കൊടുത്തേക്കുന്നതുകൊണ്ട് ആ കേസ് വിളിക്കുകയാണ് കോടതിയിൽ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദ വാദിക്കാനായിട്ടൊക്കെ ചെല്ലുവാണ്. പിന്നീട് വേറൊരു ദിവസത്തേന് കേസ് മാറ്റിവെച്ചു. ഈ സമയത്ത് അന്നത്തെ ആ മാർക്കറ്റ് പ്രശ്നത്തിന്റെ ആ ഒരു കേസും ശ്രീനിവാസനെതിരെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടുന്ന കുറച്ച് രേഖകളൊക്കെ വേദ ഇങ്ങനെ സംഘടിപ്പിച്ചു വെച്ചു. ഒരു കാരണവശാലും ശ്രീനിവാസൻ ജയിക്കരുത് ഈ മത്സരത്തില്. അയാളെ പോലെ ഒരാൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന് ഒരിക്കലും നല്ലത് വരത്തില്ല എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു വേദയുടെ മനസ്സിൽ. അതുകൊണ്ട് ഏത് വിധേനയും അയാളുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കണം എന്നൊരു ചിന്ത വേദയ്ക്കുണ്ടായിരുന്നു. ഇത്രയും കാലം അയാൾ വിക്രത്തിനെ ദുരുപയോഗം ചെയ്യുമായിരുന്നു. വിക്രം പക്ഷെ ഇതുവരെയായിട്ടും അത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇനി അത് പാടില്ല എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ശ്രീനിവാസൻ ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു. വേദ ചെയ്യുന്ന പ്രവർത്തികള് ശ്രീനിവാസന് ദേഷ്യമായിരുന്നു. പക്ഷെ വിക്രം ഇപ്പൊ കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രം ശ്രീനിവാസൻ പിന്നെ കൂടുതലൊന്നും പറയാനൊന്നും പോയില്ല. പക്ഷെ രാമകൃഷ്ണൻ വക്കീലിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി. വേണ്ടുന്ന പോലെ ചെയ്തോണമെന്നൊക്കെ. പിന്നീട് കുറച്ചു ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നുപോയി. പിന്നീട് ശ്രീനിവാസന്റെ PA പുളിക്കനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. വലിയൊരു ഓഫർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. വിക്രത്തിനെ അകത്താക്കാനായിട്ട് പറ്റിയൊരു സമയമാണ്. നീ ഞങ്ങളോട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുറച്ച് പൈസ ചെലവുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, വേണ്ടുന്ന പൈസ തന്നോളാന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം വരുണിനെ കൊന്നിട്ട് ആ കുറ്റം വിക്രത്തിന് തലയെ കെട്ടിവെക്കണം. അതായത് പുളിക്കൻ കണ്ടു, പുളിക്കൻ ആ കാഴ്ചകളെ കണ്ടു. അപ്പൊ പുളിക്കൻ അത് പോയി ശ്രീനിവാസന്റെ അടുത്ത് പറയണം. അതൊക്കെയായിരുന്നു പുളിക്കനെ ഏർപ്പാടാക്കിയ കാര്യങ്ങളൊക്കെ. എല്ലാം പുളിക്കൻ ഏറ്റെടുത്തു. വേണ്ടുന്ന പോലെ ചെയ്തോളാം എന്നൊക്കെ പുളിക്കൻ ഇങ്ങനെ പറയാണ്. അങ്ങനെ അതിനൊരു ദിവസം വേണ്ടല്ലോ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതേ സമയത്ത് കമലിക്കും മാഷിനും നല്ല വിഷമമായിരുന്നു. വിക്രത്തിന്റെ ജീവിതവും വേദയുടെ ജീവിതവും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക. ഇനി എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. ഒടുവിൽ കമല പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ വേദയെ പോയി കണ്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മാഷ് സമ്മതിച്ചില്ല. മാഷ് പറഞ്ഞു വേണ്ട. കാരണം മാഷിനറിയാം വേദയുടെ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, എന്തോ ഒരു കടന്നു കൂടിയിട്ടുണ്ട്. അതെന്താന്ന് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അതിനി പുറത്ത് വരണം. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലോ വേദ ഇങ്ങോട്ടേക്ക് വരുവുള്ളൂ മാഷിനറിയാം. മാഷ് കമലയെ ആശ്വസിപ്പിച്ചു. അവള് മിടുക്കി കുട്ടിയാ, എനിക്കറിയാം. അവൾ എന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും. അവൾ ഒരു കാരണവശാലും വിക്രത്തെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പോകുന്നില്ല, എനിക്കറിയാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ എത്രയൊക്കെയെന്ന് പറഞ്ഞാലും മകന്റെ ജീവിതം തകരുന്ന കണ്ടിട്ട് മാഷിനും ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പക്ഷെ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വരാതിരിക്കുവാണെങ്കിൽ നല്ല കാര്യം. ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ. അവള് കാരണം തനിക്കിപ്പൊ ഈ വീട്ടിൽ ഒരു വിലയില്ലാതായി എന്നൊരു ചിന്തയൊക്കെയായിരുന്നു നന്ദിന്റെ മനസ്സിൽ. എത്ര വഴിപാടുകളും നേർച്ചകളും വെള്ളം നടത്തിക്കോളാം എന്നൊക്കെയായിരുന്നു. പക്ഷെ അത് പുറമേ കാണിച്ചില്ല. പുറമേ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്ന് നന്ദിനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഒരു തവണ ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞ ഇനി അങ്ങനെ ഉണ്ടാവുമല്ലോ, അത് കരുതിയിട്ട് പിന്നെ നന്ദിനി അതൊന്നും പുറമേ കാണിക്കാനൊന്നും പോയില്ല. ഇതേ സമയത്ത് വേദയ്ക്ക് ചില അറിവുകളൊക്കെ കിട്ടി. വിക്രത്തെ ഇല്ലാതാക്കാനായിട്ട് ചില നീക്കങ്ങളൊക്കെ ശ്രീകാന്ത് നടത്തുന്നുണ്ടെന്ന് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. വേദ പിന്നീട് എന്ത് ചെയ്തു, ശ്രീകാന്തിനെ കാണുവാണ്. ശ്രീകാന്തിനോട് കാര്യങ്ങൾ സംസാരിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും കാലം നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് ഞാൻ നിന്നേ. പക്ഷേങ്കില് അതിന് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. വിക്രത്തിനൊരു പോറലെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വേദയുടെ സ്വഭാവം. നിങ്ങളെ ഞാൻ കാണിച്ചു തരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ നീ ഇനിയിപ്പോ എന്ത് കാണിക്കാൻ പോവാ, നീ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വെല്ലുവിളിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വേദ പറഞ്ഞു, ഒന്ന് കാണിച്ചു നോക്ക്, എന്താന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഈ വേദയുടെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ വീട്ടിൽ ആർക്കും ഇതുവരെയായിട്ടും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ
എന്നെ കൊണ്ട് അത് നിങ്ങൾ പറയിപ്പിക്കരുത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ ആദ്യം വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. ഇത്രയും കാലം ചേട്ടനാന്നൊരു പരിഗണനയൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇതിനു മുമ്പ് നിങ്ങൾ പലതവണ വിക്രത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അത് മാത്രമല്ല വിക്രത്തിന് അച്ഛനും അപകടമൊക്കെ ഉണ്ടായി നിങ്ങൾ കാരണം. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിപ്പണ്ട സമ്മതിക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ വെല്ലുവിളിയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായി ഇവളെന്തേലും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണമെന്ന് അന്നിങ്ങനെ ചന്ദ്രശേഖരനെ വിളിച്ചു. ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ അന്ന് വൈകുന്നേരം പ്രചരണമൊക്കെ കഴിഞ്ഞിട്ട് വിക്രവും രാജേണ്ണും അവരൊക്കെ അങ്ങോട്ട് വരുവാണ്. ആ സമയത്ത് കുറച്ച് ആൾക്കാർ വരുണിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടേ. അവരങ്ങോട്ട് ഓടിച്ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും വരുൺ ഇങ്ങനെ ചോരയെ കുളിച്ച് കിടക്കുന്ന കാഴ്ച കണ്ടേ. അപ്പോഴേക്കും പുളിക്കനൊക്കെ അങ്ങോട്ട് വന്നു. അപ്പൊ ആ സമയത്ത് മറ്റോമാർ ഓടി. പുളിക്കൻ വരുമ്പം കാണുന്ന കാഴ്ച വിക്രം ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന. വിക്രം ഇങ്ങനെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന വരുണിനോട്. വരുൺ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുക. എന്താ എങ്ങനെയാന്നും അറിയത്തില്ലോ. അപ്പോഴേക്കും പുളിക്കൻ പറഞ്ഞു അയ്യോ വിക്രം അവനെ വരുണിനെ ഇല്ലാതാക്കി കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാട് വെക്കണം. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഓടിക്കൂടുന്ന കണ്ടപ്പോഴത്തേനും വിക്രവും രാജേണ്ണും അവരൊക്കെ ഓടുവാണ്. കാരണം അവർക്ക് മനസ്സിലായി കളി പന്തിയല്ലെന്നുള്ള കാര്യം. പിന്നീട് പുളിക്കൻ ശ്രീനിവാസനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിക്രം വരുണിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസനെ വിശ്വസിക്കാൻ പറ്റിയില്ല. ശ്രീനിവാസൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. പുളിക്കന്റെ ചതിയാന്നുള്ള കാര്യം അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും പത്രത്തിനകത്ത് വലിയ വാർത്തയും കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പൊ വാർത്തയെക്കുറിച്ച് ശ്രീകാന്തൊക്കെയാണ് വിക്രത്തിനെതിരായിട്ട് വിക്രം കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുക്കുന്നത്. അതും ശ്രീകാന്ത് ശ്രീനിവാസന്റെ വലങ്കൈയായി വിക്രം ഇങ്ങനെ ചെയ്തേ. ഈ സമയം ദീപ്തി രാവിലെ വാർത്ത വായിക്കേണ്ടിരുന്നു. വാർത്ത വായിക്കുമ്പോഴാണ് ഈ കാര്യം കാണുന്നത്. ഒരു നിമിഷം ദീപ്തി ഞെട്ടിപ്പോയി. അപ്പോഴേക്കും അവിടേക്ക് എല്ലാവരും വന്നു. അവരൊക്കെ വരുമ്പോഴത്തേനും ദീപ്തി ബോധം കെട്ടങ്ങോട്ട് വീഴുവാണ്. ശ്രീകാന്തൊക്കെ ദീപ്തിയെ താങ്ങി പിടിച്ചു. വേദ വന്ന് ആ പത്രം മേടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഈ കാഴ്ച കാണുന്നത്. വേദയ്ക്ക് മനസ്സിലായി ഇതൊരു പൂട്ടാന്നുള്ള കാര്യം മനസ്സിലായി. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് വേദ രാജേട്ടനെയൊക്കെ വിളിക്കുകയാണ്. രാജേട്ടനെയൊക്കെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജേട്ടൻ പറഞ്ഞു വിക്രം ഇനിപോലെ ഞങ്ങളുടെ കൂടെയുണ്ട്, ഒരു സ്ഥലത്താന്ന് പറയാണ്. കാരണം വിക്രത്തിന് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല. വിക്രത്തിന്റെ പേരിലല്ലേ കേസ് വന്നിരിക്കുന്നേ. വിക്രം കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ കേസ് കിടക്കണേ. പിന്നീട് വേദ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഇന്ന് രാത്രി ഒരു കാര്യം ചെയ്യാം, ചക്രപാണി സാറിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരെ, വേണ്ടതുപോലെ ഞാൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാന്ന് പറയണം. അങ്ങനെ വേദ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഈ വാർത്തയെ കേട്ടുകഴിഞ്ഞപ്പത്തിന് മാഷൊക്കെ തകർന്നുപോയി. അവർക്കറിയാം വിക്രം ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യില്ലാന്ന്. പക്ഷേ എങ്കില് വിക്രത്തിനെതിരായിട്ടല്ലേ എല്ലാം നിൽക്കുന്നേ. പോരാത്തന്നെ ശ്രീനിവാസൻ വരെ വിക്രത്തിനെതിരെ തിരിഞ്ഞു. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാണ്ട് വേദ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ ഭർത്താവല്ലേ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അങ്ങോട്ടേക്ക് തിരികെ പോകണമെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നീട് വേദ വിക്രത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ആരാ കളിച്ചെന്ന് വേദയ്ക്ക് ആദ്യം തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം തമ്മിലടിപ്പിച്ച് കാളകളെ തമ്മിലടിപ്പിച്ച് ചോര ഊറ്റി കുടിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെന്നായി കൂടുതലുണ്ടെന്നുള്ള കാര്യം വേദയ്ക്കറിയായിരുന്നു. അത് ശ്രീകാന്ത് എന്നുള്ള കാര്യം വേദം തിരിച്ചറിഞ്ഞു. ഒടുവിൽ അതിന്റെ സത്യങ്ങളൊക്കെ കണ്ടെത്തുവാണ്. വേദയ്ക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഒടുവിൽ ശ്രീകാന്തിനെയൊക്കെ പുറത്തു കൊണ്ടിരുന്നുണ്ട്. വാസുവിന് ശത്രുതയായിപ്പോയി വിക്രത്തോടെ. വിക്രമാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ വാസുവും വിചാരിക്കുന്നുണ്ട്. പക്ഷെ സത്യങ്ങളൊക്കെ വേദ പുറത്തു കൊണ്ടിരുന്ന ശ്രീകാന്തിനും ചന്ദ്രശേഖരനും നല്ല ഇടിവെട്ട് പണി തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം വരുൺ മരിക്കുവോ അതോ ഇനിയിപ്പം അവൻ ജീവനോടെ തിരികെ വരുമോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, വേദ അവർക്കിട്ട് പണി കൊടുക്കും എന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന